അർജുന്റെ സഹോദരിയുടെ പ്രതികരണം കേൾക്കാം. കേരളത്തിൽ നിന്നുള്ള സർക്കാരും പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്സിൻ്റെ രീതിയിലല്ല, നമുക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഇടപെടലുണ്ടായിട്ടുണ്ട്. ആ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ മീഡിയ നിങ്ങളിപ്പം എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞത്, അത്രയും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അതാണ് പറയുന്നത്, മീഡിയ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അച്ചീവ് ആവില്ലായിരുന്നു. അപ്പം മീഡിയനോടൊരു ഇതുള്ളതുകൊണ്ടാണ്. അർജുന്റെ സഹോദരിയുടെ കാരണം ഈ മൊബൈൽ ഫോൺ റിങ് അനുസരിച്ച് ലാൻഡിൽ തന്നെ ഉണ്ടെന്നാണ് നിഗമനം. കാരണം ഈ നമ്മൾ വാട്ടർ റെസ്ക്യൂ വേണ്ടെന്ന് വാട്ടർ ഇത് സെർച്ച് വേണം പറയുന്നില്ല. ഫസ്റ്റ് ഇൻസിഡന്റ് ഡേ തൊട്ട് ഈ പറയുന്ന ഇന്നലെ ടിൽ നൈറ്റ് വരെ ഇന്ത്യൻ നേവി സോണാർ ഉപയോഗിച്ചും ബാക്കി NDRF വാട്ടർ യൂണിറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് സംശയം തോന്നിയ ഒരു ഇടയ്ക്ക് സംശയം തോന്നിയിരുന്നു. ആ സംശയം തോന്നിയ സമയത്ത് ഇടയ്ക്ക് NDRF സീ വാട്ടേഴ്സിന്റെ വാട്ടർ ഈ ബോട്ടിൽ പോയി ആ ഒരു മെറ്റൽ ഐഡന്റിഫൈ മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ അതല്ല അത് കാരണം ഒരു വുഡ് പാർട്ട് മാത്രമാണ്. അപ്പോൾ ലാൻഡ് കണ്ടിന്യൂ ചെയ്യാം. ലാൻഡ് 90% ആയിട്ടില്ല. ലാൻഡ് മാക്സിമം കണ്ടിന്യൂ ചെയ്യാം. ലാൻഡ് ഫുള്ള് ചെയ്താൽ മാത്രമേ പിക്ചർ ക്ലിയർ ആകത്തുള്ളൂ. മാക്സിമം ആർമി NDRF എത്തിയിട്ടുണ്ട്. ഉടനെ പോവാണ്. സെർച്ച് ചെയ്യുമ്പോൾ മുന്നോട്ടാണോ പ്രവർത്തിക്കുന്നത്? ഞാൻ റെഡി തന്നെയാണ്. ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ അനുമതി തരാത്തോണ്ട് മാത്രമാണ് ചെയ്യാത്തത്. ബാക്കിയെല്ലാം രാത്രി ഞാൻ റെഡിയാണ്. നമ്മൾ ഊണ് ഉറക്കമില്ല, ചെയ്യാൻ റെഡിയാണ്. അതിനുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യാൻ റെഡിയാണ്. ഈ ചർച്ച് നല്ല വഴിക്ക് പോകുന്നത് തന്നെയാണ് മേജർ ഉദാ സാറും പറഞ്ഞത്. പിന്നെ NDRF CO സാർ പറയുന്നത് അതിൽ ഒരു പാളിച്ച നമ്മൾ സംഭവിച്ചിട്ടില്ല. ഈച്ച് ആൻഡ് എവരി കോർണർ നമ്മൾ ക്ലിയർ ഒരു കട്ട് ചെയ്താൽ ക്ലിയർ പിക്ചർ അതിന്റെ കിട്ടത്തുള്ളൂ. നല്ല ഇന്നത്തെ ഒരു ഭാരത് ബെൻസിന്റെ GPS ലൊക്കേഷൻ കിട്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ ഹെവി ബോൾഡർ കിടപ്പണം. അത് പൊട്ടിക്കാനുള്ള ശ്രമത്തിൽ അത് പൊട്ടിച്ചുകൊണ്ട് സെർച്ച് നടത്താനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞ അതായത് പുഴയിലെ മണ്ണ് ശ്രീധരൻ തുടരുന്നു. ശ്രീധരൻ, രഞ്ജിത്തിന് എന്തുകൊണ്ടാണ് അനുമതി ലഭിക്കാത്തത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാണോ? പുഴയിൽ GPS കിട്ടിയ സിഗ്നൽ കിട്ടിയ പ്രദേശത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് നിന്നുള്ള സന്നദ്ധ പ്രവർത്തക സംഘം അകത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും ഇവർക്കൊക്കെ ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിച്ച് മുൻപരിചയം ഉണ്ട്. അതുകൊണ്ട് അവർ വൈകാതെ മുന്നോട്ട് പോകും എന്നതിനെ പ്രതീക്ഷ. ഇന്നത്തെ ഒരു തിരച്ചിലിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും? പ്രതികൂല കാലാവസ്ഥയാണ്. പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ ബാക്കി ടീമുകളൊക്കെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മണ്ണ് മാറ്റി തന്നെ പരിശോധിക്കുകയായിരിക്കും അല്ലേ? മാറ്റിയിട്ട് പരിശോധിക്കും. അതേപോലെ താഴെ ഭാഗമാണ് മെയിനായിട്ടുള്ളത്. ഏതായാലും പക്ക ക്ലിയർ ചെയ്യും ഇൻഷാല്ലാ കേട്ടോ. ഓപ്പറേഷൻ പ്രതികൂല കാലാവസ്ഥയാണ്. നമ്മളതിൽ പരമാവധി ശ്രമിക്കും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മുഴുവൻ നമ്മൾ ചെയ്യും. അതിന് ഏത് രീതിയിൽ സമ്മർദ്ദം ചെലുത്തണോ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. കരയിലുണ്ട്. അവർ കരയിൽ വേണ്ട നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും. അതിന് ഏത് രീതിയിൽ സമ്മർദ്ദം ചെലുത്തണോ ഞങ്ങൾ അതിനുള്ള സെറ്റപ്പ് ഞങ്ങൾ ചെയ്യും. മഴ ഒരു പ്രശ്നം തന്നെയാണ്. ഏതായാലും ഇതിപ്പോൾ കണ്ടത് നസ്ര എന്നുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സംഘത്തിൻ്റെ പ്രതികരണമാണ്. ഏതായാലും അവർ രാവിലെ മുതൽ തന്നെ തയ്യാറായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പൂർണ്ണ സജ്ജരാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് പൂർണ്ണ സജ്ജരാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ നിമിഷത്തിൽ അറിയിക്കാനുള്ളത്. നിലവിലേതായാലും രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതായത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ NDRFിൻ്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തകർ പറയുന്നതനുസരിച്ച് ഈ മഴ അത് പ്രതികൂല കാലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്, പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അത് ഏതായാലും വല്ലാത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. നിലവിൽ ഈ അല്പനേരമെങ്കിലും മഴ മാറി നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴും രക്ഷാപ്രവർത്തകർ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഈ സമയം കരയിലെ പരിശോധനയ്ക്ക് തന്നെയാണ് അവർ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതായത് കുറച്ചുകൂടി മുന്നോട്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ പുതിയ ഒരു ടീം കൂടി, നേരത്തെ ഒരു വാഹനം പോയിരുന്നവരുടെ മറ്റൊരു വാഹനം കൂടി ഇപ്പോൾ പോവുകയാണ്. ഇത് കർണാടക സർക്കാരിൻ്റെ ദുരന്ത നിവാരണ രംഗത്തെ ടീമിൻ്റെ വാഹനമാണ്. അവർ കൂടി പോകുന്നു. ഏതായാലും SDRFിൻ്റെ
മുങ്ങൽ വിദഗ്ധരുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതുപോലെ എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തകരും ആ വാഹനത്തിലുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും രഞ്ജിത്ത് അവിടേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജിതിൻ്റെ ബന്ധുക്കൾ അർജുൻ്റെ ബന്ധുക്കളും അവിടേക്ക് എത്തും. ദേശീയപാത അതോറിറ്റിയുടെ പ്രവർത്തകരും ജോലിക്കാരും ഒക്കെ അവിടേക്ക് പോയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് പരമാവധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ പോലും പരമാവധി റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഏവരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലേതായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെ രീതിയിൽ തന്നെ കൃത്യമായി തന്നെ നേരത്തെ പ്രതികരിക്കുമ്പോൾ ഒരു അനുമതിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാവാൻ ഇവർക്ക് ഇനിയും അനുമതി കിട്ടേണ്ടതുണ്ടോ? അത് പറയുന്നത് കൂടുതൽ ദൂരത്തേക്ക് മണ്ണ് മാറ്റി പരിശോധിക്കാനുള്ള ഒരു അനുമതി വേണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, കർണാടക സർക്കാർ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പറയുന്നത് കൂടുതൽ ഭാഗത്തേക്ക് മണ്ണ് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ വെള്ളത്തിലാണ് കൂടുതൽ പരിശോധന വേണ്ടത് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതായത് ഇന്നലെ റവന്യൂ മന്ത്രി പറയുന്നതനുസരിച്ച് ഇതുവരെ ഏതാണ്ട് 90% മണ്ണ് മാറ്റിയപ്പോഴും അവിടെ ലോറിയുടെ ലോറിയുടെ ഭാഗങ്ങളൊന്നും കണ്ടെത്താനായില്ല. അപ്പോൾ ഇനി വീണ്ടും മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ കാര്യമില്ല എന്നുള്ളൊരു നിലപാടാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. പക്ഷേ അവിടെ നടത്തണ്ട എന്നുള്ള ഒരു ഉപേക്ഷ നിലപാടൊന്നും മന്ത്രി പറഞ്ഞിട്ടുമില്ല. ഏതായാലും വെള്ളത്തിലുണ്ടാകാനുള്ള സാധ്യതയാണ് മന്ത്രിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഉള്ളത്. അതിനാൽ തന്നെ വെള്ളത്തിലെ പരിശോധന കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി നടത്തും എന്നുള്ള കാര്യം മന്ത്രി ആവർത്തിക്കുന്നു. ഏതായാലും ആ മണ്ണ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് മാറ്റാൻ രക്ഷാപ്രവർത്തകർ ആവശ്യപ്പെടുന്ന അവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് കൂടുതൽ ഭാഗങ്ങളിലെ മണ്ണ് മാറ്റാനുള്ള ഒരു അനുമതി വേണം എന്നുള്ള കാര്യമാണ് രഞ്ജിത്ത് പറയുന്നത്. ഏതായാലും അതിന് ജിയോളജിസ്റ്റുകളുടെ ഉൾപ്പെടെ ഒരു അനുമതിയോട് കൂടി മാത്രമേ അക്കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനാവൂ. പക്ഷേ പ്രത്യേകിച്ച് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മണ്ണ് മാറ്റുന്നത് അതനുസരിച്ച് നോക്കിയിട്ടൊക്കെ വേണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന് ജിയോളജിസ്റ്റുകൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിനാലാണ് അക്കാര്യത്തിൽ ഒരു അനുമതി ആവശ്യമാണ് എന്നുള്ള കാര്യം രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത്. നിലവിലേതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ ഒരു ഡ്രൈവർ ഈ വഴിയിലൂടെ ധാരാളം വണ്ടി ഓടിച്ച് പരിചയമുള്ള ഒരു ഡ്രൈവർ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരുപാട് ആളുകൾ ഈ മണ്ണിൽ പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ലക്ഷ്മൺ നായിക് എന്നുള്ള ഒരു വ്യക്തിയുടേതാണ് ആ ചായക്കട. ഈ ചായക്കടയെ അവർ വിളിക്കുന്ന പേര് സ്വാമിയുടെ കട എന്നാണ്. അതായത് ആ കടയിലെത്തുന്നവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും അവിടെ നൽകുന്നുണ്ട്. വെള്ളം നൽകും. അതുപോലെ തന്നെ ഇപ്പോൾ ലോറി ഡ്രൈവർമാരൊക്കെ പുലർച്ചെ രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് പുലർച്ചെ വണ്ടി സൈഡാക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങി വിശ്രമിച്ച് പിന്നീട് വൈകിട്ട് വീണ്ടും വണ്ടി ഓടിച്ച് പോകുന്ന ഒരു രീതിയാണ് അവരുടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ രാവിലെയൊക്കെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഈ ആളുകളെ ലോറി ഡ്രൈവർമാരെയെല്ലാം ഈ ലക്ഷ്മൺ നായിക്ക് വന്ന് വിളിച്ച് ചായ ഉണ്ടാക്കി, ചായയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്, അതുപോലെ തന്നെ അവിടെ അന്നന്ന് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നൽകുന്ന രീതിയിലൊക്കെയുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും രാവിലെ 8 മണിക്ക് മുൻപാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ആ സമയത്ത് ലക്ഷ്മൺ നായിക്കിൻ്റെ കടയിൽ സാധാരണ രീതിയിൽ ഒരു 10-20 അധികം ആളുകൾ അവിടെ ഉണ്ടാകാറുണ്ട്, ലോറിക്കാരുണ്ടാവാറുണ്ട് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അന്നത്തെ ദിവസം അത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ ആ കടയിൽ ലോറിക്കാരുടെ വളരെ തിരക്കുള്ള ഒരു കടയാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു.